തൃശ്ശൂരിലെ CPM ജില്ലാ ഓഫീസിലേക്ക് ഇപ്പോൾ BJPയുടെ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഒരു സംഘർഷാവസ്ഥയുണ്ടോ തൃശ്ശൂരിൽ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ BJP പ്രവർത്തകർ CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മീറ്ററുകൾക്കപ്പുറത്ത് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് പോലീസ് തടഞ്ഞെങ്കിൽ പോലും ഒരു പ്രവർത്തകൻ ആ മാർച്ച് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലുള്ള ബോർഡിന് മുകളിൽ കരിയോയിൽ ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചെരുപ്പുമാല ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ BJP പ്രവർത്തകർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പന്തവും മറ്റും കൊളുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഏതാണ്ട് സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഇപ്പോൾ വാക്കേറ്റം, അതോടൊപ്പം തന്നെ സംഘർഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് ബലം ഉപയോഗിച്ച ഈ പ്രവർത്തകരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഈ പോലീസിനെ മറികടന്നുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. BJPയുടെ കൊടിയും അതോടൊപ്പം തന്നെ പന്തവും കൊളുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിൻ ജേക്കബ് മാർച്ച് നടത്തിയത്. BJPയുടെ സിറ്റി പ്രസിഡന്റാണ് മുൻപിൽ നിന്ന് നയിക്കുന്നത്. അർജുൻ മട്ടന്നൂർ, അവിടെ CPM പ്രവർത്തകർ മറുഭാഗത്തുണ്ടോ? അരുൺകുമാർ, CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ CPM പ്രവർത്തകരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് ഏതാണ്ട് ഒരു 100 മീറ്റർ ഇപ്പുറത്ത്, ഏതാണ്ട് 70-80 മീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ പോലീസ് ഈ മാർച്ച് തടഞ്ഞിരിക്കുന്നത്. കാര്യമായ ബാരിക്കേഡും മറ്റും ഒരുക്കാനുള്ള സമയം പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ പോലീസിൻ്റെ ഷീൽഡും മറ്റും ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. പന്തവും മറ്റും കൊളുത്തിക്കൊണ്ട് ഈ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ട്. അല്പനേരം ഇവിടെ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. മറ്റൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതാണ്ട് മീറ്ററുകൾക്കപ്പുറത്ത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ CPIM പ്രവർത്തകരും തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇരുവരും നേർക്കുനേർ വന്നാൽ അത് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ മാർച്ച് ഈ മീറ്ററുകൾക്കപ്പുറത്ത് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധവുമായി മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ ഇവിടെ തന്നെ തുടരുകയാണ്. പോലീസ് അവരെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഭാഗത്തേക്ക് കടത്തിവിടാതെ അവരെ തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുമ്പിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഇപ്പോൾ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ CPM പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഒരു പാർട്ടിയുടെ പ്രവർത്തകർ മറ്റൊരു പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷ സാഹചര്യം ഉണ്ട്. എന്തായാലും പെട്ടെന്ന് നിശ്ചയിച്ച മാർച്ചാണ്. അപ്പോൾ തന്നെ പോലീസ് ഇവിടെ എത്തി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ മാർച്ച് തടയാൻ വേണ്ടി സന്നിഹിതരായിരുന്നു. ഇപ്പോൾ മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ ശാന്തരായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നേരത്തെ അല്പനേരം ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും BJP പ്രവർത്തകർ, ജില്ലാ നേതാക്കളൊക്കെ തന്നെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരു മാർച്ച് ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ്. ഇപ്പോൾ സംഘർഷഭരിതമായ ഒരു സാഹചര്യമില്ല. അവിടെ BJP പ്രവർത്തകർ CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു. അവിടെ BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി ഒരു നേരിയ ഉന്തും തള്ളുമുണ്ടായി. അവിടെ CPM ജില്ലാ ഓഫീസിന് മുൻപാകെ CPM പ്രവർത്തകരും സംഘടിച്ചു നിൽക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂരാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.